വർഷം മുന്നെയാണ് ഈ സ്റ്റോറി തുടങ്ങുന്നത്. നമ്മുടെ ഐ ലവ് യു എന്ന് മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്തത്, ഡിലീറ്റ് ഫോർ എവരിവൺ ചെയ്ത്. ഞാൻ പക്ഷെ കണ്ടായിരുന്നത്, ഞാനും കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. എനിക്കായിട്ട് ഈ പെട്ടെന്ന് നോ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പറ്റൂല്ലയോ ഇല്ലയോ എന്നൊക്കെ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാണാനായിട്ട്. പിന്നെ കണ്ടപ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു. അടിയുണ്ട്, വഴക്കുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. പോകുവാനായിരിക്കും. എൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടനാണ്. അവൻ അറിയത്തില്ലല്ലോ, ബാക്കിയുള്ളവരടുത്താണെങ്കിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതൊരു ഇതാണ്. നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, തമ്മിൽ ഭയങ്കര കളിയാക്കലും അങ്ങനെ ഒരു ടോം ആൻഡ് ജെറി പോലെ ആയിരുന്നു. പിന്നെ പിന്നെ ചെറിയൊരു സ്നേഹം വന്ന് അതിഷ്ടമായി, പിന്നെ ആ റിലേഷനായി, ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നു. അങ്ങനെ ഇത്രയും നാളുകൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മൊമെൻറ്റിലെത്തിയ ഒരു റിയലൈസേഷൻ കൂടിയായിരുന്നു ആ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. മറ്റേ ബട്ടർഫ്ലൈക്ക് അങ്ങനെയൊക്കെ ഒരു ഫീലായിരുന്നു. ഇപ്പം തന്നെ പറയണോ? സൗരവിനോട് പറയാനുള്ള മെസ്സേജ് എന്തൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയുണ്ടെങ്കിലും വഴക്കാണെങ്കിലും അന്ന് എന്നെ സംസാരിച്ച് സോൾവ് ചെയ്തിട്ട് കിടക്കാവുള്ളത്. അങ്ങനെ തന്നെയാണ് അന്ന് മുതൽ ഇന്ന് വരെയും. നമ്മൾ ഫൈറ്റ്സൊന്നും അങ്ങനെ ഫൈറ്റ്സൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഒന്നും അടുത്ത ദിവസത്തേക്ക് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അതാണെന്ന് തോന്നുന്നു ഇവിടെ വരെ എത്തിയതിൻ്റെ ഒരു റീസൺ. കാമായിട്ടുള്ള ഒരാളാണ്. എന്ത് പ്രശ്നം ഉണ്ടായാലും എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് ഭയങ്കര പോസിറ്റീവായിട്ട് അത് ഡീൽ ചെയ്യും. ഒരുക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ആക്സസറീസ് അവർക്ക് ഇടുമ്പോഴും ഭംഗി ഇങ്ങനെ കൂടി 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 വരുമായിരുന്നു. അവര് ഭയങ്കര വളരെ ജെന്റിലായിട്ടുള്ള ഒരാളാണ്. ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ഒരു, അതെ, അവളെ നല്ലോണം നോക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള ബോണ്ടും നല്ല ക്യൂട്ടായിട്ടുള്ള ബോണ്ടാണ്. നമ്മൾ ഒരു അച്ഛൻ്റെ അമ്മയുടെ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു മുഹൂർത്തമാണ്. ആ മുഹൂർത്തത്തിൽ രണ്ടാമത്
നടക്കുന്ന നമ്മുടെ വീട്ടിലെ കല്യാണമാണ്. ഭയങ്കര ഹാപ്പിയായിരുന്നു ആ സമയം. ഞാൻ പറയുകയാണെങ്കിൽ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒരുമിച്ച് തന്നെ ഉണ്ടാവും. അതൊരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു.